ബംഗാളിന്റെ മണ്ണിൽ 1.5 പതിറ്റാണ്ട് നീണ്ട തൃണമൂൽ കോൺഗ്രസിന്റെ അഴിമതി നിറഞ്ഞ ഭരണത്തിനും മമതാ ബാനർജിയുടെ സ്വേച്ഛാധിപത്യത്തിനും ഒടുവിൽ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുന്നു. ചുവപ്പ് ഭീകരതയെയും പച്ചപ്പടിയുടെ ഗുണ്ടാവിളയാട്ടത്തെയും അതിജീവിച്ച് പശ്ചിമ ബംഗാളിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു BJP സർക്കാർ അധികാരമേൽക്കാൻ ഒരുങ്ങുകയാണ്. തോൽവി സമ്മതിക്കാതെ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങാൻ ശ്രമിച്ച മമതാ ബാനർജിയുടെ ധിക്കാരത്തിന് ഗവർണർ RN രവി അർഹമായ മറുപടി നൽകിയതോടെ ബംഗാൾ വികസനത്തിന്റെ പുതിയ പാതയിലേക്ക് ചുവടുവെക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ സുവേന്ദു അധികാരിയെ മുഖ്യമന്ത്രിയാക്കാൻ BJP അണികളുടെ സമ്മർദ്ദമുണ്ട്. ജയന്റ് കില്ലറായ അധികാരി മുഖ്യമന്ത്രിയാക്കണമെന്നാണ് ആവശ്യം. മുഖ്യമന്ത്രി ചർച്ചകൾക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചന്ദ്രമാജിയും കൊൽക്കത്തയിലെത്തി. മമതാ ബാനർജിയുടെ പിൻഗാമിയായി ഒരു സ്ത്രീ വരുന്നത് അനുയോജ്യമാണെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ ബംഗാളിലുണ്ട്. അഗ്നിമിത്ര പോളും രൂപ ഗാംഗുലിയും മമതയ്ക്ക് പകരമായി പരിഗണിക്കപ്പെടുന്നവരിൽ ഉൾപ്പെടുന്നുണ്ട്. സംസ്ഥാന BJP അധ്യക്ഷൻ സമീക് ഭട്ടാചാര്യയും അദ്ദേഹത്തിന്റെ മുൻഗാമിയായ ദിലീപ് ഘോഷും മുതിർന്ന നേതാക്കൾ എന്ന നിലയിൽ പരിഗണനയിലാണ്. നിലവിൽ പ്രതിപക്ഷ നേതാവാണ് സുവേന്ദു അധികാരി. ബംഗാളി TV ചാനലുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം പല BJP പ്രവർത്തകരും തെരഞ്ഞെടുക്കപ്പെട്ട ചില MLA-മാരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ സ്വാഭാവിക സ്ഥാനാർത്ഥിയായി കാണുന്നുണ്ട്. തർക്കത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യതയും മാധ്യമങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല. ഭവാനിപൂരിൽ മമതയെ പരാജയപ്പെടുത്തിയതോടെ അണികൾക്കിടയിൽ സുവേന്ദു ഇപ്പോൾ സൂപ്പർ ഹീറോയാണ്. 2021 നന്ദിഗ്രാമിൽ അദ്ദേഹത്തെ നേരിടാൻ മമത എത്തിയിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ മമത അധികാരം നിലനിർത്തിയെങ്കിലും നന്ദിഗ്രാമിലെ തോൽവി അവർക്ക് ആഘാതമായിരുന്നു. ബംഗാളിലെ BJP ഇപ്പോൾ സംഘടിതമാണ്. കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്താൽ അത് എതിർപ്പില്ലാതെ നടപ്പാക്കാനും കഴിയും. എന്നാൽ അധികാരിയെ അവഗണിക്കുന്നത് BJP പ്രവർത്തകർക്കിടയിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന സന്ദേശം നൽകും. സുവേന്ദു അധികാരിയുടെ ആകർഷണം അദ്ദേഹത്തിന്റെ മിശ്രിതമായ രാഷ്ട്രീയ സ്വത്വത്തിലാണ്. ദക്ഷിണ ബംഗാളിൽ ആഴത്തിലുള്ള വേരുകളുമുണ്ട്. TMC-യിലാണ് തുടക്കമെങ്കിലും പോരാളിയായ BJP നേതാവെന്ന നിലയിൽ സ്വയം രൂപപ്പെടുത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ അധികാരി താഴെത്തട്ടിലുള്ള പ്രചാരണങ്ങൾ നടത്തി ബൂത്ത് തലത്തിലുള്ള സംഘടനകൾ കെട്ടിപ്പടുക്കുകയും അഴിമതി, ഭരണപരാജയങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ ഉയർത്തി TMC സർക്കാരിന് നിരന്തരമായ സമ്മർദ്ദവും ചെലുത്തി. അമിത്ഷായുടെ പിന്തുണ അധികാരിക്ക് കരുത്താകുമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ബംഗാളിലെ ആദ്യ BJP മന്ത്രിസഭയിൽ പുതുമുഖങ്ങൾക്കും പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നീക്കം. RSS പശ്ചാത്തലമുള്ളവർക്കും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ സജീവമായവർക്കും മുൻഗണന നൽകണമെന്ന് RSS നേതൃത്വം BJPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേവലം രാഷ്ട്രീയ നേട്ടത്തിനപ്പുറം ആശയപരമായ അടിത്തറയുള്ള ഒരു ഭരണ സംവിധാനമാണ് ബംഗാളിൽ BJP ലക്ഷ്യമിടുന്നത്. ബംഗാളിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിനും തൃണമൂലിന്റെ ആധിപത്യത്തിനും ശേഷം ഒരു ദേശീയ പാർട്ടി ബംഗാളിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ചരിത്രപരമാണ്. ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കുമെന്നാണ് വിവരം. തൃണമൂൽ ഭരണകാലത്തെ അഴിമതികളും അക്രമങ്ങളും അവസാനിപ്പിച്ച് സമാധാനവും വികസനവും കൊണ്ടുവരുമെന്നാണ് BJPയുടെ വാഗ്ദാനം. തെരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് കോടതിയിലേക്ക് നീങ്ങുമ്പോൾ പാർട്ടിക്കുള്ളിലെ ആത്മവിശ്വാസം വീണ്ടെടുക്കുക എന്നത് മമതയ്ക്ക് വലിയ വെല്ലുവിളിയാക്കും. BJPയുടെ ഉജ്ജ്വല വിജയം ബംഗാളിലെ പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ തന്നെ ഘടന മാറ്റിമറിച്ചിരിക്കുകയാണ്. BJP സർക്കാർ രൂപീകരിക്കുന്നതോടെ തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ നേതാക്കൾ ഭരണപക്ഷത്തേക്ക് ചേക്കേറാനുള്ള സാധ്യതയും രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നുണ്ട്.